അങ്ങനെ മമ്മൂട്ടിയുടെ ചിത്രമായ ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിലെത്തി പുലിമുരുകനെ വെല്ലുന്ന കളക്ഷൻ സ്വന്തമാക്കും എന്നാണ് ആരാധകരുടെ അവകാശവാദം. ആദ്യ ഷോയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ സിനിമകളുടെ നിരൂപണങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് ഫാദർ കാണാൻ പോയ രശ്മി നായർ എഴുതിയ ഒരു റിവ്യൂ ആണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. രശ്മി നായർ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. രശ്മി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടതിന് ശേഷം എഴുതിയ റിവ്യൂ എന്തായാലും വൈറലുമായി. ഇതായിരുന്നു റിവ്യൂ. തിയേറ്ററിലെ AC നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സീറ്റുകൾ വളരെ നല്ല നിലവാരം പുലർത്തി. ടിക്കറ്റ് കീറി തന്ന കൗണ്ടറിലെ ചേട്ടന്റെ പെർഫോമൻസും പാർക്കിങ്ങിൽ സ്ലോ മോഷനിൽ റിവേഴ്സ് എടുക്കാൻ കൈയും കാലും ഇളക്കി മറിച്ച സെക്യൂരിറ്റിയുടെ ആക്ഷനും സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ്. പോപ്കോൺ കൗണ്ടർ തുറക്കാതിരുന്നതും മൊട്ടപ്പപ്സിന് എരി കൂടിയതും കുട്ടികളെ നിരാശപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാലും ഫാമിലി പ്രേക്ഷകരെ മുന്നിൽ കണ്ട് ഒരുക്കി വച്ചിരുന്ന സമൂസ ആ കുറവുകൾ മറികടക്കാൻ സഹായിക്കും. ഇന്റർവെൽ സമയത്ത് കാണിച്ച പരസ്യങ്ങൾ മനം മയക്കുന്നതായിരുന്നു. ടിക്കറ്റ് വാങ്ങി ബാൽക്കണിയിലേക്ക് കയറുന്ന കോറിഡോറിലുള്ള CCTV ക്യാമറയുടെ ആംഗിൾ മലയാളത്തിൽ ഇത്രയും സ്റ്റൈലിഷായി ഒരു തിയേറ്ററിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ദേശീയ ഗാനം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ തന്നെ പടം ബ്ലോക്ക് ബാസ്റ്റർ ആണെന്ന് ഉറപ്പിച്ചു. എന്നാലും നരേന്ദ്രമോദി വന്നപ്പോൾ ആ ആവേശം കൂവലായി മാറിയത് പടത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്റെ അടുത്ത സീറ്റിലിരുന്ന് ലേസ് വേണമെന്ന് കരഞ്ഞ കുട്ടി, നിലനിൽക്കുന്ന പോപ്കോൺ, കപ്പലണ്ടി, സിനിമാ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുന്ന ന്യൂ ജനറേഷൻ മേക്കിംഗ് ആയിരുന്നു. ഇടയ്ക്ക് ബാത്റൂമിൽ പോയില്ലായിരുന്നുവെങ്കിൽ വലിയ നഷ്ടമായേനെ. തുടക്കം മുതൽ ഒടുക്കം വരെ കൈയടക്കത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ലോസറ്റുകൾ ഫ്ലഷ് ഓൺ ചെയ്ത് തിരികെ നടക്കുമ്പോൾ ആ ബാത്റൂമും നമ്മുടെ ഉള്ളിൽ മായാതെ നിൽക്കും. ഒടുവിൽ പുറത്തിറങ്ങി വണ്ടിയിൽ കയറാൻ നേരം സെക്യൂരിറ്റി നൽകുന്ന ചിരി മറ്റൊരു ക്ലൈമാക്സിലും കാണാൻ കഴിയില്ല. ഇതായിരുന്നു ആ റിവ്യൂ.